പ്രിയമുള്ളവരെ, എനിക്ക് ചോദിക്കാനുള്ള ഇവിടുത്തെ ചേച്ചിമാരടുത്താണ്. നിങ്ങൾ ഇവിടെ അയൽക്കൂട്ടത്തിന്റെ പേരിൽ അച്ചപ്പം ഉണ്ടാക്കുന്നു, മുറുക്കുണ്ടാക്കുന്നു, വാഴയ്ക്കപ്പം ഉണ്ടാക്കുന്നു. എന്തുകൊണ്ട് നമ്മളെ പോലെയുള്ള പാവപ്പെട്ട കുടിയന്മാർക്ക് വേണ്ടി ചാരായം മാറ്റി തന്നുകൂടാ? എങ്കിൽ നമ്മൾ ഈ ലിവറിന് മുമ്പ് കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നെന്ന് ആയിരിക്കണം. ഈ ചേച്ചിയാണ് നമ്മളവിടെ തൊഴിലുറപ്പിന്റെ ജോലിക്ക് വന്നത്. അടിപൊളിയായിരുന്നു. നമ്മുടെ പേരാടമൊക്കെ കളച്ച് സൂപ്പറാക്കി ഇട്ടിട്ട് പോയി. നമ്മളെ ഇലക്ട്രിക് പോസ്റ്റ് ഇല്ലേ എണ്ണ, ഇലക്ട്രിക് പോസ്റ്റ്, അതിന് തട എടുത്ത് വെച്ചേക്കുന്നു. ഇനി തൊഴിലുറപ്പിന്റെ പേരും പറഞ്ഞോണ്ട് നമ്മളെ ഏരിയയിലോട്ട് വരല്ലേ വെച്ച് ചുമ്മാണ്. തീറ്റി ഉറക്കം മാത്രം തൊഴിലുറപ്പ്. മനുഷ്യ നാട്ടുകാരെടുത്ത് ഒന്നും രണ്ടും പറഞ്ഞോണ്ടിരിക്കാതെ ഇങ്ങോട്ട് കയറി വരണോട്ടാ. എന്റെ പെണ്ണുമ്പിള്ളയാണ്. ഇവിടെ ഒന്നും പെണ്ണുങ്ങളില്ലാഞ്ഞിട്ട് ഞാൻ പൂനെ പോയി കല്യാണം കഴിച്ചോണ്ട് വന്നേണ്. വേളിക്കൊക്കിനെ പോലെ ഇരുന്നോണ്ട് പറയണത് കേട്ടോ ചേച്ചി. വേളിക്കൊക്കെന്ന് പണ്ട് കല്യാണത്തിന് മുമ്പ് എന്നെ ഇങ്ങനെ എന്തൊക്കെ വിളിച്ചോണ്ടിരുന്നെന്ന് അറിയാമോ? എന്റെ നസ്രിയെ, എന്റെ മഞ്ജു വാര്യരെ, എന്റെ ഐശ്വര്യ റായെ, എന്റെ സുസ്മിത സെന്നെ. ഇവ 2 പിള്ളേരായതിനു ശേഷം ഞാൻ വേളിക്കൊക്ക് ഒരു പൃഥ്വിരാജ് വന്നിരിക്കുന്നു. ചേച്ചി വേറൊന്നും അല്ല, എന്നും പാതിരാത്രി മൂക്കറ്റം കുടിച്ചിട്ട് എൻ്റെ വീട്ടിൽ കയറി വരും. വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ വാഴ വെട്ടിയിട്ട കണക്ക് ഇങ്ങനെ മലന്നങ്ങ് കിടക്കും. റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് നേരം വെളുക്കണവരെ ഇങ്ങനെ കിടക്കും. ഒരു അന്തിക്കൂട്ടിന് പോലും ഒരു സഹായം നേരെ കൊണ്ട് എനിക്കില്ല ചേച്ചി. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും നമുക്കൊന്ന് അന്തിക്കൂട്ടിന് പോവാമോ? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ ചേച്ചി, അത് ഞാൻ പിന്നെ സഹിക്കാം. സാധാരണ കുടിയന്മാര് അല്പസ്വല്പമൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ കയറി വരും. അവര് വീട്ടിൽ കയറി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആഹാരം നുള്ളി പറക്കി കഴിച്ചിട്ട് എന്തെങ്കിലും 10 തെറിയൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് ഒരു മൂല പോയി ചടഞ്ഞൂടി അങ്ങ് കിടക്കും. പക്ഷെ എൻ്റെ ഭർത്താവ് കുടിച്ചു കഴിഞ്ഞാൽ ദാ ഈ മുറ്റത്ത് വന്നങ്ങ് ഇരിക്കും. ചിലപ്പോൾ അങ്ങ് നേരം വെളുക്കണവരെ കിടക്കും. പക്ഷേ ഉറങ്ങൂല. കിണി 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 എന്തൊരു ചിരിയാ എന്തോ. നേരം വെളുക്കണവരെ ചിരി തന്നെ. എന്തിരി ഇങ്ങനെ ചിരിക്കാ? ഇതെന്റെ കുടിയന്മാരായ അണ്ണന്മാർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അണ്ണൻ മദ്യപിച്ചാൽ നമ്മുടെ ആരോഗ്യം നശിക്കും, ചിരിച്ച ആയുസ് വർദ്ധിക്കും. മദ്യപാനത്തിലൂടെ നശിക്കുന്ന ആരോഗ്യത്തെ ഞാൻ ചിരിയിലൂടെ നൈസായിട്ട് തിരിച്ചു പിടിക്കാം. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മെഡിക്കൽ സയൻസ്. നിനക്ക് അറിഞ്ഞിടത്തോണ്ടാണ്.